എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഞാൻ സംസാരത്തിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് സദാസമയം. സദാസമയം എന്ന് പറഞ്ഞാൽ സദാസമയം ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ്, ഒന്ന് മേ, ഒന്ന് പേ. ഒരു ഉദാഹരണങ്ങൾ പറയാം. പേ എന്ന് പറയുന്നിടത്തും മേ എന്ന് പറയുന്നിടത്തും ഒരുപോലെയാണ് ഉപയോഗിക്കുന്നത്. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തായാലും ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവും. വളരെ വ്യത്യാസമുണ്ട്. പക്ഷെ ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കണം നമ്മൾ വളരെ വിശദമായിട്ട് വളരെ ഈസി ആയിട്ട് ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. മേയുടെയും പേയുടെയും പ്രയോഗമാണ് മേ അവർ പേക്കെ പ്രയോഗം. ഇത് മേ രണ്ട് തരത്തിലുള്ള, ഒന്ന് ഞാനെന്ന മേ അല്ല, ഇത് ഉള്ളിൽ എന്നുള്ള മേയാണ് കേട്ടോ. ഞാനെന്ന മേക്കയുടെ മുകളിൽ 2 വരെ ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ മേ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്നുള്ള അർത്ഥമാണ്. ഇംഗ്ലീഷിൽ ഒരു ഇൻ എന്നാണ് പറയുക, ഇൻ. മറ്റേ മേ എന്ന് പറഞ്ഞാൽ 2 മാത്രം, മുകളിൽ 2 മാത്രം, അതായത് 2 വരെയുള്ളത് ഒരു കുത്തുണ്ടാവും. അതിന് ആം എന്നുള്ള അർത്ഥമാണ്. എന്താണ് ആ? ഇംഗ്ലീഷിൽ ആം എന്നുള്ള അർത്ഥം, അതായത് ഐ ആം എന്നൊക്കെ പറയില്ലേ, അത്. ഇത് ആ മേയല്ല, വ്യത്യസ്തമായ മേയാണ്. ഉള്ളിൽ എന്നുള്ള അർത്ഥമാണ്. അവർ എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നുള്ള അർത്ഥം ഇംഗ്ലീഷിൽ, ആൻഡ്. മേ അവർ പേക്കെ പ്രയോഗ്, പേയുടെയും മേയുടെയും പ്രയോഗം. കമറാമേ ബഹുത്ത് വീട് ഹേ, കമറേമേ ബഹുത്ത് വീട് ഹേ, കമറാമേ ബഹുത്ത് വീട് എന്ന് പറഞ്ഞാൽ റൂമിൽ ഭയങ്കര തിരക്കാണ്, റൂമിൽ ഭയങ്കര തിരക്കാണ്. കമറാമേ ബഹുത്ത് വീട് ഹേ, മുറി വളരെ തിരക്കേറിയതാണ്. മുറിയിൽ ഒത്തിരി ആൾക്കാരുണ്ട്, ജനക്കൂട്ടം, ഒത്തിരി ആൾക്കൂട്ടമുണ്ട് മുറിക്കകത്ത്. ഒരു മുറിയിൽ 2, 3, 4 ആൾ ഇരിക്കുന്നതിന് അവിടെ 50 ആളെങ്കിലും ഉണ്ടാവും. അപ്പം പറയുകയാണ് കമറാമേ ബഹുത്ത് വീട് ഹേ, കമറാമേ ബഹുത്ത് വീട് ഹേ, കമറാമേ ബഹുത്ത് വീട് ഹേ. കമറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂം, മേ എന്ന് പറയുമ്പോൾ റൂമിൽ എന്നുള്ള അർത്ഥം വരും. ബഹുത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഒരു വിശേഷണമാണ് ബഹുത്ത്. പിന്നെ വീട് ജനക്കൂട്ടം, ആൾക്കൂട്ടം എന്നൊക്കെയാണ് അർത്ഥം. വീട് ഇത് ആൾക്കൂട്ടം, ജനക്കൂട്ടം എന്നൊക്കെയാണ് അർത്ഥം. അതിന് മൃഗങ്ങളുടെ കൂട്ടത്തിന് അത് ഉപയോഗിക്കില്ല കേട്ടോ, അതിന് വേറെ വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ കമറാമേ ബഹുത്ത് വീട് ഹേ, മുറി വളരെ തിരക്കേറിയതാണ്. ക്ലിയർ ആണേ? വഹ് കിതാബ് അലമാരിമ രക്കി ഹേ. വഹ് എന്ന വാക്ക് നമ്മൾ പറയുമ്പോൾ ഓ എന്നാണ് പറയുക. അതിന് അർത്ഥം അവൻ, അവൾ, അത്, ആ എന്നൊക്കെ അർത്ഥമുണ്ട്. വഹ് കിതാബ് പുസ്തകം, അലമാരിമേ രക്കി ഹേ ആ പുസ്തകം. ഇവിടെ എന്താണ്? ആ പുസ്തകം അലമാരിയിൽ വെച്ചിട്ടുണ്ട് എന്നാണ്. ആ പുസ്തകം അലമാരിയിൽ വെച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ നമ്മൾ അർത്ഥം. വഹ് സുബഹ്മേ പഠായി കർത്താഹ്. ഇപ്പോൾ നമ്മൾ സാധാരണ സംസാര ഭാഷയിൽ പറയുമ്പോൾ സുബഹ്, ഓ സുബഹ് പഠായി കർത്താഹ് എന്നൊക്കെ പറയും. ഓ സുബഹ് പഠായി കർത്താഹ്, സുബഹ് മേ എന്ന് പറയാറില്ല. പക്ഷേ ഗ്രാമാറ്റിക്കലി അത് ഫുള്ളാവണമെങ്കിൽ സുബഹ് മേ എന്ന് പറയണം. അപ്പോൾ സംസാരത്തിൽ അത് ബാധകമല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പറയാം. പക്ഷെ ഇവിടെ ഓ സുബഹ് മേ പഠായി കർത്താഹേ, അവൻ രാവിലെ പഠിക്കുന്നു, അവൻ രാവിലെ പഠിക്കുന്നു. വഹ് സുബഹ് മേ പഠായി കർത്താഹേ, അവൻ രാവിലെ പഠിക്കുന്നു. സമസ്യാമേ ഹൽ ഡൂഡ്ന ചാഹിയേ, സമസ്യാമേ ഹൽ ഡൂഡ്ന ചാഹിയേ. സമസ്യ എന്ന് പറഞ്ഞ ഒരു പ്രശ്നമാണ്, ഒരു പ്രോബ്ലമാണ്, ഒരു ചോദ്യമാണ്. ചോദ്യത്തിന് സവാൽ എന്നൊക്കെയാണ് പറയുക. ചോദ്യത്തിന് എന്താ പറയുക? സവാൽ എന്നൊക്കെയാണ് പറയുക. അല്ലെങ്കിൽ പ്രശ്ന എന്ന് പറയും. പ്രശ്ന പരീക്ഷയ്ക്കൊക്കെ നമുക്ക് സവാലല്ല തരിക, പ്രശ്നമാണ്. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യം എന്നാണ് അർത്ഥം, ക്വസ്റ്റ്യൻ. ഇപ്പോൾ സമസ്യാമേ ഹൽ ഡൂഡ്ന ചാഹിയേ, പ്രശ്നത്തിലെ പരിഹാരം കണ്ടെത്തണം, പ്രശ്നത്തിലെ പരിഹാരം കണ്ടെത്തണം. സമസ്യാമേ, സമസ്യയിൽ, മേ ഇൽ, സമസ്യാമേ ഹൽ ഡൂഡ്ന ചാഹിയേ, പരിഹാരം. ഹൽ എന്ന് പറഞ്ഞാൽ പരിഹാരം കാണണം. നദീമേ നാവ് തയർ രഹിഹേ, നദി, നദി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലേ, നമ്മൾ നദിക്ക് നദി തന്നെയാണ് പറയാം. നദീമേ നാവ്, നദിയിൽ, നദി. ഇത് നദി എന്ന് പറഞ്ഞാൽ പുഴ. നദീമേ എന്ന് പറയുമ്പോൾ നദിയിൽ. നാവ് തയർ രഹിഹേ, തോണി. തയർ രഹിഹേ എന്ന് പറഞ്ഞാൽ നീന്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം വരിക. തോണി നീന്തിക്കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ. പക്ഷേ നമ്മുടെ പ്രയോഗം അങ്ങനെ പദാനുപത തർജ്ജമയല്ല. നദീമേ നാവ് തയർ രഹിഹേ എന്ന് പറഞ്ഞാൽ നദിയിൽ വള്ളം നീന്തുന്നു. നദിമേ നാവ് തയർ രഹിഹേ, നദിയിൽ വള്ളം നീന്തുന്നു. അല്ലെങ്കിൽ മേ എന്ന് പറഞ്ഞാൽ അകത്ത് എന്നുള്ള അർത്ഥമാണ്. ബീത്തർ എന്ന് പറഞ്ഞാൽ അകത്താണ്. അന്തർ എന്ന് പറഞ്ഞാൽ അകത്താണ്. അന്തർ ചെപ്പിനുള്ളിലോ ഹൃദയത്തിനുള്ളിലോ
അപ്പോൾ ഭീത്തർ എന്ന് പറഞ്ഞാലും ഉള്ളിൽ നിന്നാണ് അർത്ഥം, അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നാണ് അർത്ഥം, മേ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് അർത്ഥമാണ്. പേയുടെ പ്രയോഗമാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകണം. പേ. ഈ പേ എന്ന് പറയുന്ന വാക്ക് വാസ്തവത്തിൽ പേ എന്ന വാക്ക് നമ്മൾ സാധാരണയായിട്ട് സംസാരത്തിൽ കേൾക്കാറുണ്ട് അല്ലേ. ഗർപ്പേ, ഗർപ്പേ വീട്ടിൽ എന്നുള്ള അർത്ഥത്തിലാണ് പറയണത്. ഗാഡി പേ. വാസ്തവത്തിൽ ഈ മേയും പേയും തമ്മിൽ മേയുടെ സ്ഥാനത്ത് പേ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അത് കൊളോക്കിലാണ്, അത് ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ല, ഫോർമൽ അല്ല. അത് സംഭാഷണത്തിൽ മാത്രമാണ് ഉപയോഗിക്കാൻ നമുക്ക് പറ്റുള്ളൂ. പിന്നെ കഥ എഴുതും, നോവൽ എഴുതും, അങ്ങനെ സമയത്ത് നമുക്ക് കവിത എഴുതും, അതൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കും, അത് സാന്ദർഭികമായിട്ട് ഉപയോഗിക്കും. അതല്ല, ഒഫീഷ്യലായിട്ട് പേ എന്ന വാക്കിൻ്റെ അർത്ഥം പർ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. അതായത് പർ എന്ന് പറഞ്ഞാൽ മുകളിൽ, മേലെ, പുറത്ത് എന്നൊക്കെയാണല്ലോ പേയുടെ പർ എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു അല്ലേ. പർ എന്ന് പറഞ്ഞാൽ മുകളിൽ, മേലെ, പുറത്ത് എന്നൊക്കെയാണ്. എന്നാൽ അതിൻ്റെ ഷോർട്ട് ഫോമാണ് പേ. പക്ഷെ അത് വ്യത്യസ്തമായ തലങ്ങൾ സംസാരത്തിൽ അകത്ത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് പോകാം. കിതാബ് മേശ് പേ രക്കി ഹേ. കിതാബ് മേശ് പേ രക്കി ഹേ. പുസ്തകം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് എന്നാണ്. പുസ്തകം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. കിതാബ് മേശ് പേ രക്കി ഹേ. പുസ്തകം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പേയാണ് ഉപയോഗിച്ചത്. അപ്പോൾ മേശപ്പുറത്ത് നിന്നാണ് അർത്ഥം. വഹ് ഛത്ത് പേ കടാ ഹേ. അവൻ മേൽക്കൂരയിൽ നിൽക്കുന്നു. വഹ് ഛത്ത് പേ കടാ ഹേ. വഹ് ഛത്ത് പേ കടാ ഹേ. വഹ് ഛത്ത് പർ കടാ ഹേ എന്ന് പറയാം. വഹ് ഛത്ത് പേ കടാ ഹേ. അവൻ മേൽക്കൂരയിൽ കയറി നിൽക്കുക, അല്ലെങ്കിൽ തട്ടുംപുറത്ത് കയറി നിൽക്കുക, മേൽപ്പുരയിൽ കയറി നിൽക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഓ ഛത്ത് പേ കടാ ഹേ, ഓ ഛത്ത് പേ കടാ ഹേ. ഓ വഹ് എന്നുള്ളൊരു ഓ എന്ന് പറയും. ഓ ഛത്ത് പേ കടാ ഹേ. അവൻ പെരപ്പുറത്ത് കയറിയിരിക്കുക, അവൻ തട്ടുപുറത്ത് കയറിയിരിക്കുക, അവൻ മേൽക്കൂരയിൽ കയറിയിരിക്കുക എന്നൊക്കെ നമുക്ക് പറയാം. ഊസ്നെ ദീവാർ പർ തസ്വീർ ടാങ്കി. ഊസ്നെ ദീവാർ പർ തസ്വീർ ടാങ്കി. അപ്പോൾ നമ്മൾ ഇവിടെ പേ ഉപയോഗിക്കും. ഊസ്നെ ദീവാർ പേ തസ്വീർ ടാങ്കി. ഈ പറഞ്ഞുള്ളടത്ത് പേ ഉപയോഗിക്കും. ഊസ്നെ അവൻ, ദീവാർ പർ തസ്വീർ ടാങ്കി ഇവിടെ തൂക്കി. അത് ഭിത്തിയിൽ അവൻ ഭിത്തിയിൽ ഫോട്ടോ തൂക്കി എന്നാണ് ഇതിൻ്റെ അർത്ഥം. അവൻ ചുവരിൽ ചിത്രം തൂക്കി. അവൻ ചുവരിൽ ചിത്രം തൂക്കി. പുൽ പേ ലോഗ് ചൽ രഹേ ഹേം. പുൽ പേ ലോഗ് ചൽ രഹേ ഹേം. പുൽ പേ ലോഗ് ചൽ രഹേ ഹേം. പുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുൽ എന്ന് പറഞ്ഞാൽ പാലം, പേ എന്ന് പറഞ്ഞാൽ പർ എന്നാണ് അർത്ഥം. അപ്പോൾ പാലത്തിൻ്റെ മുകളിൽ. പുൽ പേ ലോഗ് ചൽ രഹേ ഹേം എന്ന് പറഞ്ഞാൽ, ലോഗ് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട്, ഒന്നിലധികം ഉണ്ടല്ലോ, അതിനാണ് രഹേ ഹേം എന്ന് പറയുന്നത്. പുൽ പേ ലോഗ് ചൽ രഹേ ഹേം. ആളുകൾ പാലത്തിൽ നടക്കുന്നു, പാലത്തിൻ്റെ പുറത്തുകൂടി നടക്കുന്നു എന്നൊന്നും പ്രത്യേകിച്ച് എടുത്തു വരേണ്ട ആവശ്യമില്ല, നമുക്കറിയാം പാലത്തെ കൂടിയാണ് നടക്കുന്നത് അല്ലേ. ഗാഡി സടക് പേ. ഗാഡി സടക് പേ ഖടി ഹേ. ഗാഡി സടക് പേ ഖടി ഹേ. ഗാഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വണ്ടി. സടക്ക് റോഡാണ്. ചില ആളുകൾ സടക്ക് റോഡ് എന്ന് പറയും, തെറ്റ്. സടക്ക് റോഡല്ല, സടക്ക് എന്ന് പറഞ്ഞാൽ റോഡാണ്. സടക്ക് റോഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഗാഡി സടക് പേ ഖടി ഹേ. വണ്ടി റോട്ടിൽ നിൽക്കുന്നു, വണ്ടി റോഡിൽ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഗാഡി സടക്ക് പേ, സടക് പർ എന്നുള്ളതിനാണ് പേ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഷോർട്ട് ഫോം ആണെന്നുള്ളത് നമ്മൾ ഓർക്കുക. പേ ഷോർട്ട് ഫോം ആണ്, പക്ഷേ അത് മേയുടെ സ്ഥാനത്ത് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അത് സന്ദർഭം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഗാഡി സടക് പേ ഖടി ഹേ. വണ്ടി റോഡിൽ നിൽക്കുന്നു. നല്ല അടിപൊളിയായിട്ട് വാട്സാപ്പ് ക്ലാസ് പെട്ടെന്ന് ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് പഠിക്കാം, ഈസി ആയിട്ട് പഠിക്കാം. ചില ചെറിയ ടെക്നിക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും. ഇന്നത്തെ ലോകത്ത് ഹിന്ദി അറിയാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരാളെ വിളിച്ച് വീട്ടിലെ പണിയെടുപ്പിക്കണമെങ്കിൽ, പറമ്പിലെ പണിയെടുപ്പിക്കണമെങ്കിൽ, കച്ചവടത്തിന് കൂട്ടണമെങ്കിൽ, നമ്മുടെ തൊഴിൽശാലയിൽ ഒരാളെ പണിയെടുപ്പിക്കണമെങ്കിൽ നമുക്ക് ഭാഷ അറിയണം. നമുക്ക് ഭാഷ അറിയില്ലെങ്കിൽ നമ്മളെ അവർ മുതലെടുക്കും. നമുക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളെ അവർ പൊട്ടനാക്കിയിട്ട് നമ്മളെ വല്ലാതെ ചൂഷണം ചെയ്യും. അപ്പം നമുക്ക് മനസ്സിലാവാതെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആട്ടെ ആന്ന് പറയും. ആ പറച്ചിലിൽ നമ്മുടെ കാശ് പോകും. ജോയിൻ ചെയ്തിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആ കാശ് മുതലായി. ഏത്? ഞാൻ ഹിന്ദി പഠിച്ച പൈസ എനിക്ക് 3 ദിവസം കൊണ്ട് മുതലായെന്ന് പറഞ്ഞാൽ അവർ പർച്ചേസ് ചെയ്തപ്പോൾ ഒരുപാട് അവർക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക.
നമ്മുടെ അടുത്ത് നിന്ന് ഹിന്ദി പഠിച്ച ചില ആളുകളുടെ അനുഭവ സാക്ഷി നിങ്ങൾക്ക് കേൾക്കാം. मैं आशा बिंदी हूँ. मैं कासरगोड जिले में रहती हूँ. मैं एक प्राइवेट कंपनी में काम करती हूँ. ഞാൻ ആശാ ബിന്ദി. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. ഞാൻ ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലെ സ്റ്റുഡൻറ്റ് കൂടിയാണ്. ഞാൻ ഹിന്ദി ഇല്ലാത്ത സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ തനി നാടൻ ഹിന്ദി എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലോട് കൂടി ഒരു വീഡിയോ കാണുന്നത്. ആ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. ആദ്യത്തെ 3 ദിവസം കൊണ്ട് ഞാൻ 1 മുതൽ 1 കോടി വരെ എണ്ണാൻ പഠിച്ചു. പക്ഷേ എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 3 മാസമാകുന്നു. ഈ ഒരു ടൈം ആകുമ്പം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഹിന്ദി വായിച്ചു തുടങ്ങി. അല്ലെങ്കിൽ ഇത്ര ഏജ് ആയി ഇനി പറ്റത്തില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഹമാര അക്കാദമിയിൽ ജോയിൻ ചെയ്തോളൂ. 1 മന്ത് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഒന്നും അറിയാത്ത, അക്ഷരമാല പോലും അറിയാത്ത ഞാൻ ഇത്രയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഹിന്ദി സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും.